റീസെന്റ് ആയിട്ട് എനിക്കുണ്ടായ ചെറിയൊരു എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ഒരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി ഒരു ഷോറൂമിലേക്ക് ചെന്നു. ആ സമയത്ത് അവിടെ 2 സെയിൽസ്മാനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 പേരും ഫോണിൽ ഭയങ്കരമായിട്ട് ബിസിയാണ്. ഒന്ന് മാറിയിരുന്നു, പക്ഷെ ഇവർ നമ്മളെ കണ്ടിട്ടുണ്ട്. കാരണം ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് തലപൊക്കി നോക്കി, വീണ്ടും അവർ ഫോണിൽ എൻഗേജ്ഡ് ആയതാണ്. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടും ഒരു അനക്കവും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് കൗണ്ടറിൽ ഒന്ന് മുട്ടിയ സമയത്താണ് ഒരാൾ നമ്മുടെ അടുത്ത് വരുന്നത്. അങ്ങനെ വന്നു, നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റ് കൊടുത്തു, എന്തൊക്കെയാണ് ആവശ്യമുള്ള മെറ്റീരിയൽസ്. സ്പോട്ടിൽ അതൊന്ന് സിസ്റ്റത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പോലും അവര് സമയം കാണിക്കാതെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഈ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ അല്ല. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള വേറൊരു ഷോറൂമിലേക്ക് ഞങ്ങൾ ചെന്ന ഉടനെ അവിടെ നിന്നൊരു സെയിൽസ്മാൻ ചിരിയോടുകൂടി ഞങ്ങൾ അടുത്ത് വന്ന് ചോദിച്ചു, സാർ എന്താ വേണ്ടത്? ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് ചെക്ക് ചെയ്ത ആൾ പറഞ്ഞു, സാർ ഈ മെറ്റീരിയൽ ഒന്നും അവൈലബിൾ അല്ല, പക്ഷെ ഇതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ ഒരു ഓൺ ബ്രാൻഡ് ഉണ്ട്, അതിന്റെ കാര്യം നോക്കിയാൽ. അങ്ങനെ ആള് സംസാരിച്ചു, കൺവിൻസ് ചെയ്തു. ഞങ്ങൾ ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ റെഡിയായി. അത് പർച്ചേസ് ചെയ്ത് ഞങ്ങളുടെ ആ മെറ്റീരിയൽ കാറിൽ എടുത്ത് വെക്കുന്നത് വരെ ആ സെയിൽസ്മാൻ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു. പോകാൻ നേരത്തെ ആളുടെ ബിസിനസ് കാർഡ് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, സാറേ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. ആസ് എ ക്ലയന്റ് അടുത്തൊരു തവണ നമുക്കൊരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകും? ആദ്യത്തെ ഷോറൂമിലാണോ രണ്ടാമത്തെ ഷോറൂമിലാണോ? ഡെഫിനറ്റ്ലി സെക്കൻഡ് ഷോറൂമിലേ പോകും. കാരണം നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും റീറ്റെയിൽ ബിസിനസ് ഓണേഴ്സോ അല്ലെങ്കിൽ ഹയറിംഗ് മാനേജേഴ്സോ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയും, ഒരു സെയിൽസുകാരെ നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരേ ഒരു ക്വാളിറ്റി അവരുടെ ആറ്റിറ്റ്യൂഡാണ്. അവരൊരു പോസിറ്റീവ് ആയിട്ടാണ് ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ കാര്യം നിങ്ങൾ പ്രൊവിഷൻ പീരീഡിലാണെങ്കിലും അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്തും ഇത് നിങ്ങൾക്ക് ആസ് മച്ച് ആസ് യു ക്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം.